ട്വീറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ മിന്നുന്ന പ്രകടനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ നടക്കുന്ന ദേശീയ വിദ്യാർത്ഥി പാർലമെന്റിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കയ്യടി നേടിയ പ്രകടനം. ഇത്തരമൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ സ്വത്താണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അഭിനന്ദിച്ചു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാവുന്നവരാണ് കേരളത്തിലെ നേതാക്കളെന്ന് ഗവർണർ പി സദാശിവവും അഭിപ്രായപ്പെട്ടു. കേരള നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ വിദ്യാർത്ഥി പാർലമെന്റിന്റെ ഉദ്ഘാടന വേദി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള 2000-ഓളം വിദ്യാർത്ഥി പ്രതിനിധികൾ. ഗവർണറും സ്പീക്കറും മന്ത്രിയും ഉൾപ്പെടെയുള്ള വേദിയിൽ പ്രസംഗത്തിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇംഗ്ലീഷിൽ തുടക്കം. We accept the sovereignty of the people, the supremacy of the legislature, the responsibility of the executive, the independence of judiciary. That is the most important ingredients of Indian democracy. പിന്നെ ഹിന്ദിയിലേക്ക് ചുവടുമാറ്റം. रूलिंग पार्टी के विप चलते हैं, लेकिन ऑपोजिशन को भी मानना बहुत जरूरी है, तब हमारे प्रजातंत्र आगे बढ़ेगा. ശേഷം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി പ്രകടനം. പലപ്പോഴും വേദിയിൽ കൂട്ടക്കയ്യടി. For the betterment of the country and the betterment of the future of the people, we can come together and work together. हमारे देश में सरकार अगर विपक्ष एक होकर देश की प्रगति के लिए आगे जाना है, काम करना है. जय हिंद, धन्यवाद. പ്രസംഗം കഴിഞ്ഞ് സീറ്റിലേക്ക് മടങ്ങിയ പ്രതിപക്ഷ നേതാവിനെ എഴുന്നേറ്റ് നിന്ന് ഹസ്തദാനം ചെയ്ത സ്പീക്കർ. ഇത്തരമൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ അസറ്റാണെന്ന സ്പീക്കറുടെ പ്രോത്സാഹനം. The man who can speak in Hindi is an asset of our Kerala state. രാഷ്ട്രീയ നേതാക്കൾക്ക് മാതൃകയാക്കാവുന്ന മിന്നുന്ന ഉദാഹരണങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗവർണർ പി സദാശിവം അഭിപ്രായപ്പെട്ടു. അൽ അമീൻ, 24, തിരുവനന്തപുരം.